കൊടുത്താലോ? എന്താണ് ഭയങ്കര ആലോചന? ഓ വന്നോ? ഞാനൊന്നും ആലോചിക്കുന്നൊന്നും ഇല്ലേ. കൊച്ചമ്മ എഴുന്നള്ളിയോ? ആർക്കിട്ട് എങ്ങനെ പണിയണം, അല്ല എനിക്കിട്ട് എങ്ങനെ പണിയണമെന്ന് ആലോചിക്കല്ലേ തള്ള നിങ്ങള്. ആണടി, നിനക്കിട്ട് എങ്ങനെ പണിയണമെന്ന് തന്നെ ഞാൻ ആലോചിക്കുന്നേ. ഓ എടി നീ എന്നോടൊന്ന് സ്നേഹമായിട്ട് അമ്മേ ഒന്ന് വിളിച്ചിട്ട്, നിന്റെ ഭർത്താവിന്റെ അമ്മയല്ലേടി ഞാൻ. ആ ഒരു ഇതുപോലെ തിരക്കില്ലല്ലോ. അയ്യാ ഇവിടെ വന്ന് കേറിയപ്പോ തൊട്ട് തുടങ്ങിയത് ഞാൻ എന്ത് ചെയ്തു പോലും പെരട്ട തള്ളക്ക് ഇഷ്ടപ്പെടുകയില്ല. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ രാജകുമാരിയെ പോലെയാ വളർന്നത്, അറിയാവോ? അവര് കിടന്നിട്ട് എനിക്ക് ദേഷ്യം വന്നാണ്ടല്ല. എന്റെ കൊച്ചിനെ മയക്കി എടുത്തിട്ടും പോരാ, എന്നിട്ട് അവള് കിടന്ന് പറയുന്നു ഒരു രാജകുമാരി. നീന്നു എടി, ഒരു 10 രൂപ പോലും എടുക്കാനില്ലാത്ത നീ എവിടുത്തെ രാജകുമാരി? അയ്യ രാജകുമാരി ഇവിടുന്ന് എഴുന്നേറ്റാലുണ്ടല്ലോ. അല്ല മനുഷ്യത്തി, നിങ്ങൾക്ക് ഒരു പണിയും ഇല്ലേ? എന്നെ കൊണ്ട് മാത്രം ഞാൻ ഇവിടെ പണി ചെയ്യുന്നു നിങ്ങൾ വിചാരിക്കട്ടെ കേട്ടോ. നിങ്ങളുടെ മോൻ വരട്ടെ, എന്നിട്ട് ശരിയാക്കി തരാം ഞാൻ. അയ്യോ കാല് മുടക്കി വേണ്ട. അമ്മായിയമ്മയായി ഞാൻ എൻ്റെ അമ്മയെ പോലെ കരുതുന്നത് കൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. നീ കൊറേ നേരമായല്ലോ കിടന്ന് തുടങ്ങിയിട്ട്. നീ കൊറേ നേരമായല്ലോ. വേണ്ടെന്ന് വെക്കുമ്പോ അവള് പിന്നെയും കീറ. എനിക്ക് പണിയെടുക്കാൻ മനസ്സില്ലടി. നിന്നെ കെട്ടിക്കൊണ്ട് വന്നത് എന്തിനാ? ഇവിടെ പണിയെടുക്കാനാ, അല്ലാതെ തമ്പുരാട്ടി പോലെ ചമയാനല്ല. അവളുടെ ഒരു ആരോ വരുന്നുണ്ടോ തോന്നുന്നല്ലോ. മോളെ ആരോ വരുന്നുണ്ട്, നമ്മൾ സ്നേഹത്തോടെ നിൽക്കണം കേട്ടോ. അതെ അമ്മേ, ആരോ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്നേഹത്തോടെ നിൽക്കാം, അതിപ്പോൾ നടക്കും. അല്ലെങ്കിൽ നാട്ടുകാരറിഞ്ഞ് എന്തായിരിക്കും പറയാ? ഈ പെരട്ടത്തള്ള. സോറി അമ്മ.